സന്തോഷവും സംതൃപ്തിയും നേടാനായിട്ട് എപ്പോഴും ചുറ്റും ആളുകൾ ഉണ്ടായിരിക്കണം എന്ന് മിക്ക ആളുകളും വിശ്വസിക്കുന്ന ഇക്കാലത്ത് വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ പവർ ഉണ്ട്, ദ പവർ ടു ബി അലോൺ. അങ്ങനെ പറഞ്ഞാൽ ഏകാന്തത അനുഭവിക്കുക എന്നല്ല, മറിച്ച് അത് നമ്മളുടെ ഇന്നർ പീസിന്, നമ്മളുടെ സെൽഫ് ഡിസ്കവറിക്ക്, വളർച്ചയ്ക്ക് എല്ലാം ഉള്ള ഒരു പാതയാണ്. ഐ ചാലഞ്ച് യു ടു ബി അലോൺ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട്. ഒറ്റയ്ക്ക് എന്തും നേരിടാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ദെൻ യു ക്യാൻ സക്സീഡ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ മുന്നേറാനായിട്ട് ആദ്യം വേണ്ടത് ധൈര്യമാണ്. ഒറ്റയ്ക്ക് എന്തും നേരിടാനായിട്ടുള്ള ചങ്കൂറ്റം. ഒറ്റയ്ക്കായിരിക്കുക എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നിങ്ങളെപ്പോഴും ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യണമെന്നോ ഒറ്റയ്ക്ക് താമസിക്കണമെന്നോ ഒന്നുമല്ല. നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ തോട്ട്സ്, ഇതൊക്കെ എപ്പോഴും എല്ലാവരും അംഗീകരിച്ചു എന്ന് വരില്ല. നിങ്ങൾ 100% സക്സസ് ആവും എന്ന് വിശ്വസിക്കുന്ന, നിങ്ങളുടെ ഡ്രീമായിട്ട്, ജീവിതത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് കരുതുന്ന ഒരു കാര്യത്തിൽ മറ്റുള്ളവർ ഡൗട്ട്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അത്തരം സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്, അപ്പോൾ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ്. ജീവിതത്തിൽ എന്തു വന്നാലും നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരിക ഒറ്റയ്ക്കാണ്. നമ്മുടെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ ചുറ്റുമുള്ളവരെല്ലാം എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഫേസ് ചെയ്യുന്ന അതേ തീവ്രതയോടെയാണ് മറ്റുള്ളവരും നിങ്ങളുടെ പ്രശ്നങ്ങളെ കാണുന്നത് എന്നാണോ നിങ്ങൾ കരുതുന്നത്? ദെൻ യു ആർ റോങ് മൈ ഫ്രണ്ട്. നിങ്ങളെ ചുറ്റുമുള്ള എല്ലാവരും ഒന്നും നിങ്ങളെയോ നിങ്ങളുടെ പ്രശ്നങ്ങളെയോ നിങ്ങൾ ചിന്തിക്കുന്ന അത്രയൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ബിക്കോസ് എവ്രി വൺ അറൗണ്ട് യു ആർ ബിസി വിത്ത് ദെയർ ഓൺ പ്രയോറിറ്റീസ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന്, എല്ലാവരും നിങ്ങളുടെ സുഖത്തിൽ പങ്കുചേരണമെന്ന്, നിങ്ങളുടെ വിജയങ്ങളിൽ സന്തോഷിക്കണമെന്ന്, നിങ്ങളുടെ പരിശ്രമങ്ങളിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത്, അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒറ്റയ്ക്ക് വളരാൻ, ഒറ്റയ്ക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യാനായിട്ട്, മറ്റുള്ളവരുടെ പ്രശംസയോ കയ്യടിയോ ആഗ്രഹിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ എന്ന് ധൈര്യം കാണിക്കുന്നുവോ അന്ന് നിങ്ങളുടെ വിജയം ആരംഭിക്കും. ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷിയുടെ ചിറകുകൾക്ക് എപ്പോഴും ബലം കുറച്ച് കൂടുതലാവും. കാരണം അതിനെ താങ്ങി നിർത്താനായിട്ട്, മുന്നോട്ട് നയിക്കാനായിട്ട്, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അത് ആശ്രയിക്കുന്നത് അതിൻ്റെ സ്വന്തം ചിറകുകളെയാണ്. ബി സ്ട്രോങ് ഇനഫ് ടു ഫൈറ്റ് അലോൺ ആൻഡ് വൈസ് ഇനഫ് ടു വെയിറ്റ് ഫോർ യുവർ ടേൺ. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആരൊക്കെ നിങ്ങളെ എല്ലാ കാലവും സപ്പോർട്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സ്റ്റോപ്പ് ദാറ്റ് തോട്ട്. നിങ്ങളെ എല്ലാ കാലവും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. ബി എ ലോണർ ദാറ്റ് ഗീവ്സ് യു ടൈം ടു വണ്ടർ, ടു സെർച്ച് ഫോർ ദ ട്രൂത്ത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. നമ്മളെക്കുറിച്ചും നമ്മളെ ചുറ്റുമുള്ളവയെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏറ്റവും അധികം സാധിക്കുക തനിച്ചാവുമ്പോഴാണ്. നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുക, ഡീപ്പായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക, എല്ലാം ഒറ്റയ്ക്കാവുമ്പോഴാണ്. ചിലപ്പോൾ ഈ ലോൺലിനെസ് നമ്മൾ തന്നെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മറ്റു ചിലപ്പോൾ നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് ബി സ്ട്രോങ് ഇനഫ് ടു ബി അലോൺ. ഹാവ് ദ ഡെയർ ടു ബി അലോൺ. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് കരുതരുത്. കാരണം അങ്ങനെ പോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അത് എക്സ്പെക്റ്റ് ചെയ്ത് അത് ഓർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ട അവസ്ഥയും വരും. ഓൾവേസ് സ്റ്റാൻഡിങ് അലോൺ is better than being around people who don't value you, who don't value your thoughts, who don't value your feelings, who don't value your dreams. നമ്മളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഹാർഡ്ഷിപ്സ് എപ്പോഴും നമുക്ക് മാത്രമാണ് ടഫായിട്ട് തോന്നുക. മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ ജസ്റ്റ് കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമാവാം. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എക്സ്പെക്ടിങ് ഇറ്റ്. ബി റെഡി, ബി ബ്രേവ് ഇനഫ് ടു ഫൈറ്റ് യുവർ ഓൺ ബാറ്റിൽസ് അലോൺ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബി എംപത്തറ്റിക് ടു. മറ്റുള്ളവർ നിങ്ങളോട് അവരുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ആശയങ്ങൾ എല്ലാം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ ബി എംപത്തറ്റിക് ടു ദം. സഹാനുഭൂതിയോടെ അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ബി ബ്രേവ് ടു ബി അലോൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ.